എന്നെ കാണുമ്പോൾ എൻ്റെ അടുത്ത കൂട്ടുകാരും ചിലരൊക്കെ ചോദിക്കാറുണ്ട്, നിന്റെ ഐബ്രോ എന്താടി വെള്ളം നനഞ്ഞാലും പോവാതെ, നീ മുഖം കഴിയാൽ നിന്റെ ഐബ്രോ പോകാറില്ലല്ലോ, ഇതെന്താ ഇതിന്റെ ഗുട്ടൻസ് എന്ന് കുറേ പേര് ചോദിക്കാറ്. ഹായ് ഗൈസ്, അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ വീട്ടിലിരുന്നുകൊണ്ട് എങ്ങനെ നമ്മുടെ ഐബ്രോ വാട്ടർ പ്രൂഫ് ആയിട്ട് ഫിൽ ചെയ്തെടുക്കുക എന്നുള്ളൊരു വീഡിയോ ആണ് കേട്ടോ ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോകണം. അപ്പോൾ എന്നെ കാണുമ്പോൾ ഒരു കൂട്ടുകാരൊക്കെ ചോദിക്കാറുണ്ട്, നീ എങ്ങനെയാടി ഐബ്രോ സെറ്റ് ചെയ്യണേ, ഇങ്ങനെ ഇത്ര നാല് പിരിയാൻ വരയ്ക്കണേ, നീ മുഖം കഴിയാലും നിന്റെ ഐബ്രോ മാഞ്ഞു പോകണില്ലല്ലോ, എന്താ ഇതിനെ ഗുട്ടൻസ് എന്ന് കുറേ പേരൊക്കെ ചോദിക്കാറുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു കുട്ടി കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ചേച്ചി എങ്ങനെ ഐബ്രോ സെറ്റ് ചെയ്യണേ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ എന്ന് പറഞ്ഞു ഞാൻ വിചാരിച്ചു അപ്പോൾ എന്നാൽ ഒരു വീഡിയോ ഇട്ടേക്കാം എന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ അതാ നിങ്ങൾ ഈ കാണുന്നതാണ് കേട്ടോ എൻ്റെ ഐബ്രോ. എനിക്ക് ഐബ്രോ ഒട്ടും ഇല്ലാത്ത ഒരാളാണ് ഞാൻ. എൻ്റെ ഐബ്രോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തന്നെ ഐബ്രോ ത്രെഡ് ചെയ്തിട്ട് കൊളാക്കി നശിപ്പിച്ച് വെക്കാറാണ് പതിവ്. അപ്പോൾ ഇങ്ങനെ ഇതാണ് എൻ്റെ ഐബ്രോ. എനിക്ക് ഒട്ടും ഐബ്രോ വളരാത്ത ഒരാളാണ് കേട്ടോ ഞാൻ, ഒട്ടും വരത്തില്ല. അപ്പോൾ ഐബ്രോനെ പറ്റി പറയുകയാണെങ്കിൽ ആദ്യമായിട്ടും ഞാൻ എൻ്റെ പിരികം ത്രെഡ് ചെയ്യുന്നത് എൻ്റെ ചേച്ചിയാണ് കേട്ടോ എനിക്ക് ചെയ്തത്. ഞാൻ ആദ്യമായിട്ട് ചെയ്തതാണ്. ഇപ്പം നമ്മുടെ കുട്ടികളൊക്കെ ചെറിയ ക്ലാസ് സ്കൂൾ കാലം തൊട്ടേ ഐബ്രോ ഒക്കെ ത്രെഡ് ചെയ്യുന്നുണ്ട്, സെറ്റ് ചെയ്ത് നടക്കാറുണ്ട് അല്ലേ. എനിക്ക് തോന്നുന്നു ഞാൻ എൻ്റെ ഡിഗ്രി ഫസ്റ്റ് ഇയറിലോ സെക്കൻഡ് ഇയറിലോ എന്താണ് ഐബ്രോ, അല്ല തേർഡ് ഇയറിലാണെന്ന് തോന്നുന്നു. ഡിഗ്രി ടൈമിലാണ് ഞാൻ ഐബ്രോ ത്രെഡ് ചെയ്യുന്നത്. അതും എൻ്റെ ചേച്ചിയോട് കുറേ റിക്വസ്റ്റ് ചെയ്തിട്ടാണ് എനിക്ക് ചെയ്ത് തന്നെ. അപ്പോൾ ചേച്ചിയാണ് എനിക്ക് അന്ന് ബ്ലേഡ് വെച്ചിട്ടാണ് ത്രെഡ് ചെയ്ത് തന്നെ. ഞങ്ങൾ 3 പെൺപിള്ളേരാണ് ഞങ്ങളുടെ വീട്ടിലുള്ളത്, പിന്നെ ഒരു അനിയനാണ് കേട്ടോ. അപ്പം ഞങ്ങളുടെ വീട്ടിൽ നമ്മുടെ വീട്ടിൽ കുറച്ച് ആചാരങ്ങൾ ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ നമ്മുടെ ചേച്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേച്ചി ഡിഗ്രി ടൈമിലാണ് ഐബ്രോ ത്രെഡ് ചെയ്ത് ആദ്യമായിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കും ആ ഒരു പാതയാണ് പിന്തുടർന്ന് പോകുന്നുണ്ടിരുന്നത്. അനിയത്തി ഉണ്ടായി കഴിഞ്ഞിട്ട് അനിയത്തിക്ക് +1 +2 സമയത്തൊക്കെ ഐബ്രോ ത്രെഡ് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. കാരണം കൂടെയുള്ള കുട്ടികളൊക്കെ ഐബ്രോ ത്രെഡ് ചെയ്യുമല്ലോ. പക്ഷേങ്കിൽ ഞങ്ങൾ വീട്ടിൽ സമ്മതിക്കാത്തത് കൊണ്ട് പുള്ളിക്കാരി ഏറ്റവും ലാസ്റ്റ് +2ന്റെ വെക്കേഷൻ ടൈമിൽ കൂട്ടുകാർ പുറത്ത് പോയിട്ട് ഐബ്രോ ത്രെഡ് ചെയ്ത് വീട്ടിൽ വന്നു. അങ്ങനെ അനിയത്തി നമ്മുടെ പുറത്ത് പോയി ഐബ്രോ ത്രെഡ് ചെയ്തുകൊണ്ട് വന്നിട്ട് അതേ ചൊല്ലി ഓരോ വഴക്കും പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അനിയത്തിക്ക് ത്രെഡ് ചെയ്ത് കൊടുക്കുന്നത് ഞാനായിട്ടോ. നമ്മൾ നൂല് വെച്ചിട്ട് ആദ്യമൊക്കെ നമ്മൾ ബ്ലേഡ് വെച്ചിട്ടായിരുന്നു, പിന്നെ നമ്മൾ നൂല് വെച്ചിട്ടാണ്. പക്ഷേ ബ്ലേഡ് വെച്ചിട്ട് എടുത്ത് കഴിഞ്ഞാൽ ഞാൻ ആ പിരിവ് മൊത്തം നശിപ്പിച്ച് നാരായണഗിരി പിടിക്കാറാണ് പതിവ്. അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് എടുക്കാം. വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് ഐബ്രോ ഫിൽ ചെയ്യുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെ ഐബ്രോ കുറച്ച് ഐബ്രോസ് കാണിച്ചു കേട്ടോ. ഇതുണ്ടോ, ഈ വയലറ്റ് കളർ ബ്ലാക്ക് കളർ, ഇത് രണ്ടും ഐബ്രോ വരയ്ക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന രണ്ടെണ്ണമാണ് കേട്ടോ. ഇതിൽ എന്ന് പറഞ്ഞൊരു ചീപ്പൊക്കെ ഉണ്ട്. ഇത് എന്തിനാണെന്ന് എനിക്കറിയില്ല. എനിക്ക് സത്യം പറഞ്ഞാൽ ചെയ്യാനായിട്ടുള്ള പിരിവൊന്നും ഇല്ല. ഇത് രണ്ടും എൻ്റെ അനിയത്തി യൂസ് ചെയ്യുന്ന ഐബ്രോസ് ആണ് കേട്ടോ. അവൾ ഇതൊക്കെ വെച്ചിട്ടാണ് യൂസ് ചെയ്യണത്. പക്ഷേ എന്ന് പറഞ്ഞാൽ ഈ ഒരു സാധനം നമ്മൾ വരച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുമെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും പോയി വേർത്തി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ മുഖമൊക്കെ കഴുകി കഴിഞ്ഞാൽ നമ്മളൊന്ന് ടവലോ അല്ലെങ്കിൽ ടിഷ്യൂ ഒക്കെ വെച്ച് തുടച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കൂടെ ഈ സാധനം പോരും. പിന്നെ നമ്മുടെ പിന്നെ നമ്മൾ എങ്ങനെയാണോ വീട്ടിൽ ഇരിക്കുമ്പോഴുള്ള ആ ഒരു രീതിയിൽ നമ്മുടെ ഐബ്രോ ആവാറുണ്ട്. അപ്പോൾ ഞാൻ ചെയ്യുന്ന ഇത് രണ്ടുമല്ല, ഞാൻ ഐബ്രോ ഒന്നും യൂസ് ചെയ്യാറില്ല. ഐബ്രോ ഒക്കെ പണ്ടേ ഞാൻ വിട്ടൊരു കേസാണ്. അപ്പോൾ നമുക്ക് ഒരു പിരികത്തിൽ ഐബ്രോ എഴുതിയിട്ട് അടുത്ത പിരികത്തിൽ ഞാൻ ചെയ്യുന്ന ഒരു ടെക്നിക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മുടെ ആദ്യം തന്നെ നമുക്ക് ഐബ്രോ വെച്ചിട്ട് ഞാൻ എൻ്റെ ഒരു പിരികം വരച്ച് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമ്മളൊന്ന് ടെസ്റ്റ് ചെയ്യാന്നുള്ള രീതിയിൽ ഞാൻ ഐബ്രോ വെച്ചിട്ട് എൻ്റെ ഒരു പിരികം ആദ്യം ഫിൽ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, ഞാൻ നമ്മുടെ ഐബ്രോ പെൻസിൽ വെച്ചിട്ട് ഇപ്പോൾ ഫില്ല് ചെയ്തെടുത്തേക്കാണ് കേട്ടോ. നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഐബ്രോ വരച്ചെടുക്കാനായിട്ട് പറ്റും. നല്ല അടിപൊളിയായിട്ട് ഇരിക്കുന്നുണ്ട്. പക്ഷേ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലാസ്റ്റ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇപ്പോൾ നമ്മുടെ ഐബ്രോ വരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു സൈഡിൽ ഞാൻ വരയ്ക്കുന്ന ഐബ്രോ ഞാൻ വരച്ച് കാണിക്കാം കേട്ടോ. ഞാനിപ്പോഴും എൻ്റെ ഐബ്രോ വരയ്ക്കാനായിട്ട് അല്ല ഐബ്രോ ഫില്ല് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന 2 സാധനം പറഞ്ഞത് ഇതാണ്. നമ്മുടെ കൺമഷിയും പിന്നെ ഇത് മറ്റേ ഇതിൻ്റെ പേരെന്തായിരുന്നു, ബഡ്സ് ഞാൻ പേര് മറന്നേട്ടാ. നമ്മുടെ ബഡ്സും ഈ ഒരു കൺമഷി വെച്ചിട്ടാണ് ഞാൻ എപ്പോഴും ചെയ്യാറ്. അപ്പം ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത് കൺമഷി പകുതി തീരാറായിട്ടുണ്ട്. അപ്പം ഞാൻ കാണിച്ചു തരാം. ആദ്യം തന്നെ ഈ ബഡ്സിൽ ഞാൻ കുറച്ച് കൺമഷി എടുക്കുകയാണ് കേട്ടോ. ഓക്കെ, ഇനി ഇത് നമുക്ക് ഫില്ല് ചെയ്തെടുക്കാം, വരച്ചെടുക്കാം കേട്ടോ. നമുക്ക് നമ്മുടെ പിരിക എങ്ങനെയാണോ അതേ രീതിയിൽ നമുക്കിത് വരച്ചെടുക്കാം. അപ്പോൾ ഞാൻ നമ്മുടെ കൺമഷി വെച്ചിട്ട് നമ്മൾ ഈ ഒരു ഐബ്രോ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്, വരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് പോവാതിരിക്കാനായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പൗഡർ വേണം കേട്ടോ. നമ്മൾ കുറച്ച് പൗഡർ എടുത്തിട്ട് ഈ ഒരു ഐബ്രോ കംപ്ലീറ്റ് പൊത്തി വെക്കാം കേട്ടോ. പൊത്തി വെക്കുക, നല്ല പൗഡർ കൊണ്ട് മൂടാന്ന് എന്തെങ്കിലുമൊക്കെ പറയാം കേട്ടോ.
നമ്മൾ ഇതേപോലെ കുറച്ച് പൗഡർ എടുത്തിട്ട് ഈ ഒരു പിരികം കംപ്ലീറ്റ് നമ്മൾ കുഞ്ഞുകുട്ടികൾക്ക് പിരികം വരയ്ക്കുമല്ലോ, അത് കൂട്ടാണ് കേട്ടോ. കുഞ്ഞുകുട്ടികൾക്ക് വരച്ചെടുക്കണ പോലെ നമ്മൾ ഇതേപോലെ ഒന്ന് പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കിതൊന്ന് തുടച്ചെടുക്കാം കേട്ടോ. തുടച്ച് കളയാം, മായ്ച്ച് കളയാം. ഫുള്ള് ഇട്ട് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് മായ്ച്ച് കളയാം. ഇനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ശേഷം ഒന്നുകൂടി ഈ ഐബ്രോയുടെ പൊക്കത്തോടെ നമുക്ക് കൺമഷി വെച്ചിട്ട് ഒന്നുകൂടി നമുക്കൊന്ന് ഫില്ല് ചെയ്തെടുക്കാം കേട്ടോ. ഓക്കെ, നമ്മൾ ഒന്നുകൂടി ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നുകൂടി നമുക്ക് കുടിച്ചു കുട്ടികൾക്ക് പൗഡർ ഇട്ട് കൊടുക്കണ പോലെ പൗഡർ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് തുടച്ചെടുക്കാവേ. ഓക്കെ, ഇനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ 2 ഐബ്രോയും നമ്മളിപ്പോൾ വരച്ചെടുത്തിട്ടുണ്ടല്ലോ. ഇനി ഐബ്രോ നമ്മളൊന്ന് ഫേസ് ഒന്ന് വാഷ് ചെയ്തിട്ട് വരാം കേട്ടോ. നിങ്ങൾക്ക് ഇപ്പോൾ കാണാം, ഇത് എൻ്റെ സാധാ ഐബ്രോ വെച്ചിട്ട് ഞാൻ വരച്ചതും ഇത് ഞാൻ കൺമഷി വെച്ചിട്ട് വരച്ചതുമാണ്. അപ്പോൾ കളർ വ്യത്യാസം തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ട് ഇത് കുറച്ച് ഡാർക്ക് ആയിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്കൊന്ന് വാഷ് ചെയ്തിട്ട് വരാം. വെള്ളം ഉപയോഗിച്ച് മുഖം ഒന്ന് കഴുകിയിട്ട് ഓടി വരാം കേട്ടോ. ഞാൻ ഇപ്പോൾ നമ്മുടെ മുഖം ഒന്ന് വാഷ് ചെയ്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി ഇതൊന്ന് തുടച്ച് നോക്കാം. ഇപ്പോൾ ഞാനിവിടെ ഒരു ചെറിയൊരു ടിഷ്യൂ പേപ്പർ എടുത്തിട്ടുണ്ട്. ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് നമ്മുടെ മുഖം നമ്മൾ സാധാരണ നമ്മൾ പിരിയം തുടക്കില്ലേ, പിരിയത്തിൻ്റെ അവിടെയൊക്കെ തുടയ്ക്കുന്ന പോലെ നമുക്ക് തുടച്ച് നോക്കാം കേട്ടോ. ഇതാ ഗൈസ്, ഇത് കണ്ടോ, ഈ ഒരു പോർഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മൾ ചെയ്ത പോലെ തന്നെ നമുക്ക് ഇരിപ്പുണ്ട്. കൺമഷിയുടെ ആ ഒരു പോർഷൻ ചെയ്ത പോലെ തന്നെ ഇരിപ്പുണ്ട്. പക്ഷേ ഈ ഒരു പോർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഫില്ലിങ് കുറച്ച് പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വാട്ടർ പ്രൂഫായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് നമ്മുടെ ഐബ്രോ ഫില്ല് ചെയ്തെടുക്കാം. നമ്മൾ ഐബ്രോ പെൻസിലൊക്കെ യൂസ് ചെയ്യുന്നതിലും നമുക്ക് കൺമഷി വെച്ചിട്ട് ലൈറ്റായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ, എനിക്ക് ഡാർക്കായിട്ട് ചെയ്യുന്ന ഇഷ്ടമുള്ളതുകൊണ്ടാണ് കേട്ടോ ഞാനിങ്ങനെ ഐബ്രോ ഡാർക്കായിട്ട് ചെയ്യണം. അതേസമയം ലൈറ്റായിട്ട് മതി എന്നുള്ളവരാണെങ്കിൽ ലൈറ്റായിട്ട് വരച്ചിട്ട് ലൈറ്റായിട്ട് പൗഡർ ഇട്ട് കൊടുത്തിട്ട് വീണ്ടും ഒന്ന് പൊടിക്ക് ലൈറ്റാക്കി വരച്ചെടുക്കുക. വീണ്ടും പൗഡർ ഇട്ട് കൊടുക്കുക കേട്ടോ. നമ്മൾ എവിടെയെങ്കിലും ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നമുക്ക് വേണം, നമ്മൾ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയാണ്. നമുക്ക് കുറേ നേരം ലോങ് ലാസ്റ്റിംഗ് ചെയ്യും. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.